അപ്പോൾ ഇനി ഓരോന്നും, അതായത് DS-ലെ ഓരോ റൗണ്ടും, അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടുകൾ 16 റൗണ്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഓരോ റൗണ്ടും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഡേറ്റ, അതായത് 64 ബിറ്റ് ഡേറ്റയെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 32 ബിറ്റ് വീതമുള്ള ഒരു ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് ith റൗണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ith റൗണ്ടിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് Li-1ഉം Ri-1, അതായത് അതിന് തൊട്ട് മുന്നത്തുള്ള ആ ഒരു റൗണ്ടിൽ നിന്നും വരുന്നതാണ് ഈ 2 ടെക്സ്റ്റുകൾ. അതായത് 2 ഭാഗങ്ങൾ, ഒരു ലെഫ്റ്റ് പാർട്ടും ഉണ്ടാവും, ഒരു റൈറ്റ് പാർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 32 ബിറ്റിന്, അതായത് 32 ബിറ്റ് വരുന്ന ഈ റൈറ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 48 ബിറ്റ് വരുന്ന ഒരു കീയുമായിട്ട് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫങ്ഷന് ശേഷം നമുക്ക് കിട്ടുന്നത് ആക്ച്വലി എന്താണ്, 32 ബിറ്റ് ഡേറ്റയാണ്. അതായത് 32 ബിറ്റും 48 ബിറ്റും കൂടി ഒരു ഫങ്ഷനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഫങ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 32 ബിറ്റ് ഡേറ്റ ആയിരിക്കും. അതിനെ എഗെയിൻ നമ്മളുടെ ലെഫ്റ്റ് പാർട്ടായിട്ടുള്ള ആ 32 ബിറ്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് വരുന്ന എത്രയാണ്, എഗെയിൻ 32 ബിറ്റ് ആണ്. ആ 32 ബിറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, XOR ഓപ്പറേഷൻ പെർഫോം ചെയ്യും. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, 32 ബിറ്റ് തന്നെ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ അടുത്ത റൗണ്ടിലേക്കുള്ള എന്താണ് റൈറ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ അടുത്ത റൗണ്ടിലേക്കുള്ള ലെഫ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഈ റൗണ്ടിലെ റൈറ്റ് പാർട്ട് അതേപോലെയാണ്, വിത്തൗട്ട് എനി ചേഞ്ച് ആണ് അടുത്ത പാർട്ടിൽ ലെഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇതാണ് ആക്ച്വലി നമ്മുടെ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറിൽ യൂസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്, ഇവിടെ ഉപയോഗിക്കുന്ന ഫംഗ്ഷനിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ ഫീസ്റ്റൽ സൈഫർ സ്ട്രക്ചറും ഇവിടുത്തെ ഈ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിന് രണ്ടിനെയും വേർതിരിക്കുന്നത്. സോ അപ്പോൾ ഇതാണ് ith റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു റൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഓരോ റൗണ്ടിൽ ഇനി നമുക്ക് 4 സ്റ്റെപ്സാണ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും, 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. 32 ബിറ്റ് വീതമുള്ള 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അവിടെ ബിറ്റ് ഷഫ്ലിംഗ് വരുന്നുണ്ട്, നോൺ ലീനിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, XOR ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അതിൽ ബിറ്റിനെ ഷഫിൾ ചെയ്യും മീൻസ് പെർമ്യൂട്ടേഷൻസ് ആണ്. ദെൻ നോൺ ലീനിയർ സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ XOR ഓപ്പറേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തത് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ. ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡേറ്റ കമ്പ്യൂട്ടേഷനായിട്ട് കണക്കാക്കുന്നത് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പൊസിഷൻ എന്നുള്ളതാണ്. അതായത് ഡേറ്റയുടെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ റീ ഓർഡേഴ്സ് ദ ഇൻപുട്ട് ഡേറ്റാ ബിറ്റ്സ്. ഇൻപുട്ട് ഡേറ്റാ ബിറ്റ്സിൻ്റെ ആ ഒരു ഓർഡറിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈവൻ ബിറ്റ്സിനെ ലെഫ്റ്റ് ഹാഫിലേക്കും ഓഡ് ബിറ്റ്സിനെ റൈറ്റ് ഹാഫിലേക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഒരു 64 ബിറ്റുള്ള ഡേറ്റ എന്ന് പറയുമ്പോൾ 1 2 3 അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് 1 മുതൽ 64 വരെയുള്ള ബിറ്റ് പൊസിഷനായിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് നമ്മളുടെ ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അപ്പോൾ അതിലുള്ള ഡേറ്റ പൊസിഷൻസ് എന്ന് പറയുന്നത് 1 മുതൽ 64 വരെ ബിറ്റുകൾ ഉണ്ടാവും. അതാണ് 64 ബിറ്റ് നമ്മുടെ ബ്ലോക്ക് സൈസായിട്ട് പറയുന്നത്. അപ്പോൾ 1 to 64 ബിറ്റുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇതാണ് ഫസ്റ്റ് ബിറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ 64 ബിറ്റ് ഓഫ് ഡേറ്റയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ബിറ്റുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോയിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി, ഇവിടുന്ന് മാറ്റി. അതായത് ഈ ഒരു ആദ്യത്തെ റോയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ മാറ്റി 1 then 2 3 4 5 6 7 8. So 1 2 3 2 3 4 5 6 7 8. അതുപോലെ അടുത്തത് 9 10 11 12 13 14 15. ആ രീതിയിൽ എന്ത് ചെയ്തു, ഓരോ അതായത് ഇവിടെയുള്ള ഇനിഷ്യലി നമ്മളുടെ ഡേറ്റയുടെ 64 ബിറ്റ് ഡേറ്റ ഉണ്ടെങ്കിൽ അവരുടെ പൊസിഷനാണ് ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പെർമ്യൂട്ടേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം ഇനി വരുന്നത് ആദ്യത്തെ പൊസിഷനിൽ ആരായിരിക്കും, 58 ബിറ്റാണ് ആദ്യത്തെ പൊസിഷനിൽ വരിക.
അതായത് ബിറ്റ് ഇൻ പൊസിഷൻ 58ാമത്തെ ബിറ്റിനെ നമ്മൾ ഇനി ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിൽ 58ാമത്തെ ബിറ്റ് ആണെങ്കിൽ അത് പെർമ്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. ദെൻ അടുത്തത് നമ്മളുടെ ബിറ്റ് പൊസിഷൻ ഒറിജിനലിൽ 50ാമതിരിക്കുന്ന ഡേറ്റ്, അതായത് 50ാമത്തെ പൊസിഷനിലുള്ള ആ ഒരു ബിറ്റ് എന്ന് പറയുന്നത് പെർമ്യൂട്ടഡ് ടെക്സ്റ്റിൽ 2ാമതായിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഇതാണ് നമ്മൾ പെർമ്യൂട്ടേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു സം കൈൻഡ് ഓഫ് റീ അറേഞ്ച്മെൻറ്റ് പെർഫോം ചെയ്യുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റീ അറേഞ്ച്മെൻ്റ് ആണ്. ഇതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഹെക്സാഡെസിമൽ ഡേറ്റ കാണാം, 0 1 2 3 4 5 6 7 8 9 ABCDEF. സോ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറസ്പോണ്ടിങ് ബൈനറി നമ്പർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8 ബിറ്റുകൾ വീതമുള്ള, അതായത് 8 ബിറ്റുകൾ വീതമുള്ള 8 ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാം. 1 2 3 4 5 6 7 8. സോ 8 ബിറ്റുകളുടെ 8 ബ്ലോക്കുകൾ കാണുമ്പോൾ 64 ബിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ പെർമ്യൂട്ടേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നു, 58ാമത്തെ പൊസിഷനിൽ ഒറിജിനൽ ആണെങ്കിൽ അതിൻ്റെ ബിറ്റ് പൊസിഷൻ പെർമ്യൂട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പൊസിഷനിലേക്ക് വരും. അതായത് ഇവിടെ 58ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു ഡേറ്റ പെർമ്യൂട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും അത് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും വരിക. ദെൻ 50ാമത്തെ പൊസിഷനിൽ ഒറിജിനൽ ഡേറ്റയിലുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് ബിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 2 അതായിരിക്കും. ഇതാണ് നമ്മൾ 64 ബിറ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡേറ്റ. അത് പെർമ്യൂട്ടേഷന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലുള്ള ബിറ്റ് പൊസിഷൻസ് ഒക്കെ നമ്മൾ പെർമ്യൂട്ടേഷൻ ആ ടേബിളിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഇൻവേഴ്സ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ പെർഫോം ചെയ്യില്ലേ, അപ്പോൾ അതിലെന്ന് പറയുന്നത് ബിറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ അവിടെ ഫസ്റ്റ് ബിറ്റിന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സെക്കൻഡ് കോളത്തിൽ, അതായത് ഈ ഒരു പൊസിഷനിലായിട്ടായിരിക്കും, അതായത് ഈ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് കാണുന്നത്. അതിൽ ഫസ്റ്റ് ബിറ്റിനെ നമുക്ക് സെക്കൻഡ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ 1 2 3 4 5 6 7 8 അങ്ങനെയാണ് ഇനിഷ്യൽ പെർമ്യൂട്ടേഷനിൽ നമ്മളുടെ ഒറിജിനൽ ഡേറ്റ്, അതായത് പെർമ്യൂട്ടേഷൻ, അതായത് ആ ഒരു റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ബിറ്റ് പൊസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമ്യൂട്ടഡ് പ്ലെയിൻ ടെക്സ്റ്റിനെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 64 ബിറ്റ് ഉണ്ടായിരുന്ന ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് അതിന് 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഹാഫിലും 32 ബിറ്റ് വീതം വരും. അപ്പോൾ ഒരെണ്ണം ലെഫ്റ്റ് ഹാഫും ഒരെണ്ണം റൈറ്റ് ഹാഫും. സോ ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഹാഫ്, ഇതാണ് അടുത്ത റൈറ്റ് ഹാഫായിട്ട് മാറുന്നത്. അപ്പോൾ ഇനി DS എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു, അതായത് 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്, ആ 64 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റിനെ ഇനീഷ്യൽ പെർമ്യൂട്ടേഷൻ കഴിയുമ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 64 ബിറ്റുള്ള പ്ലെയിൻ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി ഇതിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൗണ്ടിലേക്ക് കൊടുക്കുന്നത്, ഓരോ റൗണ്ടുകളിലേക്കായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ടുകളിലാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ 64 ബിറ്റിനെ 32 ബിറ്റ് വീതമുള്ള പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കീയും ആ ഒരു ഫംഗ്ഷനിനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു സിംഗിൾ റൗണ്ട് ഓഫ് DS അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സിംഗിൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആ റൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിനെ കുറച്ചുകൂടി, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എൻലാർജ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലെഫ്റ്റ് ഹാഫും ഉണ്ടാവും, ഒരു റൈറ്റ് ഹാഫും ഉണ്ടാവും. അതായത് ഒരു റൗണ്ടിൽ എന്താ ചെയ്യുന്ന? ഡേറ്റേനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ലെഫ്റ്റ് ഹാഫ് പാർട്ടും ഒരു റൈറ്റ് ഹാഫ് പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി നമുക്ക് അവിടെ കുറേ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഫങ്ഷൻ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്ത ഭാഗമാണ് ഞാൻ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ, പെർമ്യൂട്ടേഷൻ, ദെൻ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതായത് 8 S ബോക്സസ് എന്ന് പറയും, ദെൻ ട്രാൻസ്പൊസിഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയും, പിന്നെ അവിടെ ഒരു XOR ഓപ്പറേഷനും ഉണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ 64 ബിറ്റുള്ള ഡേറ്റയെ 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാഫിൽ എത്ര കിട്ടും? 32 ബിറ്റാണ് കിട്ടുന്നത്. ഒരു ഹാഫിൽ 32 ബിറ്റ്.
ആ 32 ബിറ്റുള്ള ഡേറ്റയാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്ന ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആ പേര് കേട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നത്. അതായത് ഈ 32 ബിറ്റുള്ള ഡേറ്റയെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് 48 ബിറ്റാക്കി മാറ്റുന്നുണ്ട്. ഈ 48 ബിറ്റുള്ള ഡേറ്റയാണ് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കീസ്, അതായത് ഇത് നമ്മുടെ കീസ് വരുമല്ലോ, ആ കീയുമായിട്ട് എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യും ഇനിഷ്യലി. സോ എക്സോർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന് എത്ര ബിറ്റ് തന്നെയായിരിക്കും, 48 ബിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ 48 ബിറ്റുള്ള ഡേറ്റയെ സബ്സ്റ്റിറ്റ്യൂഷൻ പെർഫോം ചെയ്യും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു കീ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. 48 ബിറ്റുള്ള ഡേറ്റ എഗെയിൻ 32 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ 32 ബിറ്റിനെ എഗെയിൻ ഒരു ട്രാൻസ്പോസിഷൻ പെർഫോം ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് പി ബോക്സ് എന്ന് പറയും. അപ്പോൾ ആ ട്രാൻസ്പോസിഷൻ പെർഫോം ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് കിട്ടുന്ന 32 ബിറ്റ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഗെയിൻ ഇവിടെ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് പറയാം. ദെൻ ഈ ഒരു ഡേറ്റയാണ് ആക്ച്വലി നമ്മളുടെ റൈറ്റ് ഹാഫിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അതായത് ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 32 ബിറ്റ്. ഈ 32 ബിറ്റിനെയാണ് ലെഫ്റ്റ് ഹാഫുമായിട്ട് എക്സോർ ചെയ്യുമ്പോൾ നമുക്കൊരു 32 ബിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ആ 32 ബിറ്റിനെയാണ് അടുത്ത റൗണ്ടിലേക്കുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, റൈറ്റ് ഹാഫായിട്ട് കൊടുക്കുന്നത്. അടുത്ത റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാഫിനെ അതുപോലെ എടുത്തിട്ടാണ് കൊടുക്കുക. സോ ഇതാണ് ഒരു സിംഗിൾ റൗണ്ട് ഓഫ് DES അൽഗോരിതത്തിൽ നടക്കുന്നത്. അപ്പോൾ സിംഗിൾ റൗണ്ടിൽ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്, കീഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്പോസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ DESൻ്റെ റൗണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 32 ബിറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നടക്കുന്ന ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചർ സൈഫറിൽ യൂസ് ചെയ്തിട്ട് അതേ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് LI എന്ന് പറയുന്നത് RI-1, അതായത് ലെഫ്റ്റ് ഹാഫ് ഒരു ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് RI-1 തന്നെ ആയിരിക്കും. അതായത് ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്ന നെക്സ്റ്റ് റൗണ്ട് ഒരു ith റൗണ്ടിൻ്റെ ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നത്തെ റൈറ്റ് ഹാഫിൻ്റെ എന്താണോ വാല്യൂ അത് തന്നെയായിരിക്കും. സോ ഇക്വേഷൻ പറയുന്നത് അതാണ്, LI = RI-1. ഒരു ith റൗണ്ടിൻ്റെ ലെഫ്റ്റ് ഹാഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I-1 റൗണ്ടിലെ റൈറ്റ് ഹാഫ് തന്നെയായിരിക്കും. പക്ഷേ ഇനി റൈറ്റ് ഹാഫ് എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. റൈറ്റ് ഹാഫിൽ എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, നമ്മളൊരു ഫംഗ്ഷനകത്തേക്ക് അതിന് തൊട്ട് മുന്നുള്ള റൈറ്റ് ഹാഫും കൊടുക്കുന്നുണ്ട്, ഒരു കീയും കൊടുക്കുന്നുണ്ട്, ith കീയും കൊടുക്കുന്നുണ്ട്. സോ ആ ഫംഗ്ഷനകത്ത് നമ്മൾ ഒരു റൈറ്റ് ഹാഫും കീയും കൂടി സപ്ലൈ ചെയ്യും. അതിനുശേഷം കിട്ടുന്ന റിസൾട്ടിനെ ലെഫ്റ്റ് ഹാഫുമായിട്ട് എക്സോർ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നമ്മളുടെ RI ആയിട്ട് വരുന്നത്. സോ ഇതാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ഹാഫായിട്ട് ഒരു ith റൗണ്ടിൻ്റെ റൈറ്റ് ഹാഫിൻ്റെ ഇക്വേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലെഫ്റ്റ് ഹാഫിൽ എന്ന് പറയുമ്പോൾ LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല, LI = RI-1 ആയിരിക്കും. അതായത് RI-1. സോ തൊട്ട് മുന്നത്തെ റൗണ്ടിലെ റൈറ്റ് ഹാഫ് എന്താണോ അത് തന്നെയായിരിക്കും ലെഫ്റ്റ് ഹാഫായിട്ട് വരുന്നത്. പക്ഷെ റൈറ്റ് ഹാഫായിട്ട് വരുന്നതിൽ വ്യത്യാസമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ റൈറ്റ് ഹാഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RI = നമ്മളുടെ ഈ ലെഫ്റ്റ് ഹാഫിനെ ഒരു ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് എക്സോർ ചെയ്യുന്നുണ്ട്. സോ LI-1നെ നമ്മൾ എക്സോർ ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട് എക്സോർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ടുമായിട്ട് എക്സോർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് മാംഗ്ലർ ഫംഗ്ഷൻ എന്നാണ്. ആ ഫംഗ്ഷൻ ഞാൻ എഫ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് കൊടുക്കുന്നു. സോ ആ ഫംഗ്ഷനകത്തേക്ക് ഞാൻ കൊടുക്കുന്ന എന്തൊക്കെയാണ്, RI-1 എന്ന് പറയുന്ന റൈറ്റ് ഹാഫ് ഇൻപുട്ടും ദെൻ ഒരു കീ ഐയും K എന്ന് പറയുന്ന കീ കൊടുക്കുന്നുണ്ട്, ith Kയും കൂടിയാണ് കൊടുക്കുന്നത്. സോ ഇതാണ് എൻ്റെ റൈറ്റ് ഹാഫിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് നമ്മൾ എടുക്കുന്നത് 32 ബിറ്റ് റൈറ്റ് ഹാഫും അതുപോലെ തന്നെ 48 ബിറ്റ് സബ് കീസും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ റൈറ്റ് ഹാഫിനെ 48 ബിറ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് യൂസിങ് ഒരു എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ചിട്ട്. ദെൻ അതിനെ സബ് കീയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് എക്സോർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്.
ദെൻ ഇത് ഒരു എസ് ബോക്സസിലൂടെ 8 എസ് ബോക്സസിലൂടെ പാസ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു 32 ബിറ്റ് റിസൾട്ട് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ഇതിനെ പെർമ്യൂട്ട് ചെയ്തിട്ട് ഒരു 32 ബിറ്റ് പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ ബോക്സിലൂടെ പാസ് ചെയ്യുമ്പോഴായിരിക്കും ഫൈനലി ഇതിനെ ഒരു പെർമ്യൂട്ടഡ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്പറേഷനാണ് ആക്ച്വലി ഈ ഒരു എഫ് ഓഫ് ആർ ഐ മൈനസ് വൺ കോമ കെ ഐ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ആ ഫംഗ്ഷനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഡി എസ് അൽഗോരിതത്തിൻ്റെ ഒരു സിംഗിൾ റൗണ്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാഫും, അതായത് ഇവിടെ എക്സ്പാൻഷൻ പെർമ്യൂട്ടേഷൻ ഉണ്ട്, ദെൻ ഇവിടെ ഒരു എക്സോർ ഓപ്പറേഷൻ ഉണ്ട്. എക്സോർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ പെർമ്യൂട്ടേഷന് ശേഷം കിട്ടുന്ന 48 ബിറ്റും നമ്മളുടെ റൗണ്ട് കീയും, റൗണ്ട് കീ എന്ന് പറയുന്നത് 48 ബിറ്റ് കീയുമായിട്ട് ഒരു എക്സോർ ഓപ്പറേഷൻ നടക്കും. ദെൻ അതിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലൂടെ 8 സബ്സ്റ്റിറ്റ്യൂഷൻ ബോക്സുകളിലൂടെ പാസ് ചെയ്ത് അതിനെ 32 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ 32 ബിറ്റിനെയാണ് പി ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്പൊസിഷൻ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ബോക്സിലൂടെ കടത്തിവിട്ട് അഗെയിൻ 32 ബിറ്റായിട്ട് എടുക്കും. ദെൻ അതാണ് നമ്മുടെ റൈറ്റ് ഹാഫായിട്ട് വരുന്നത്. അതിനെ എക്സോർ ഓപ്പറേഷൻ ചെയ്യുന്നത് വിത്ത് ദ ലെഫ്റ്റ് ഹാഫുമായിട്ട് എക്സോർ ഓപ്പറേഷൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ റൈറ്റ് ഹാഫ് കിട്ടുന്നത്. സോ ഇതാണ് സിംഗിൾ റൗണ്ട് ഓഫ് DES അൽഗോരിതം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. LI is equal to RI minus 1, RI is equal to LI minus 1 XOR F of RI minus 1, KI.